ഹായ്, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഒന്നാന്തരം മീൻ തലക്കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സാധാരണ മീൻകറി തലക്കറി എന്നൊക്കെ പറയുമ്പോൾ നല്ല എരിവൊക്കെയുള്ള റെഡ് കളറിലുള്ള ഒരു കറിയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇത് തയ്യാറാക്കുന്നത്. കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. അപ്പോൾ തലക്കറി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ മീനിൻ്റെ തലയുടെ പീസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തു വെച്ചതാണ്. 5 പീസുകളായിരുന്നു ഞാൻ എടുത്തു വെച്ചിരുന്നത്. അതിൽ 2 എണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് കിട്ടിയത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഫിഷ് ഫാം ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. കരിമീൻ വർഗ്ഗത്തിൽപ്പെട്ട മീനാണിത്. ഗിഫ്റ്റ് തിലോപ്പിയ എന്നാണ് അവർ പേര് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് ഈ മീനിന്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങാം. അതിന് മുൻപായിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ഈ 3 പീസുകളും കൂടെ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ മീൻതല 5 പീസും ഇതുപോലെ ചെറുതാക്കി എടുത്തു. ഇനി നമുക്ക് ഇത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന മീൻ ചട്ടിയിലേക്ക് ഈ പീസുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ തേങ്ങ ചെറുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്ന ഉള്ളി ഒരു 4 എണ്ണം, പിന്നെ ഈ ഒരു വലുപ്പത്തിലെ ഇഞ്ചിയുടെ പീസ്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം ചേർത്ത് നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിക്ക് പകരം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ എരിവ് ആവശ്യമുള്ളവർക്ക് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നമുക്ക് മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയുടെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഈ ജാറൊന്ന് കഴുകി ഒഴിക്കാം. നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഉപ്പും കുടംപുളിയും ചേർക്കണം. നന്നായിട്ട് കഴുകിയ കുടംപുളി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് സമയം കൂടെ മൂടി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കടുകും ഉലുവയൊന്നും ചേർത്തില്ലല്ലോ, കറിവേപ്പിലയൊന്നും ചേർക്കുന്ന കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞാനത് കടുക് താളിച്ച് ലാസ്റ്റ് മീൻ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീനൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് താളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കാം. തിളച്ച് ആ പുളിയൊക്കെ ഇറങ്ങുവാനും ചാറൊക്കെ കുറച്ചും കൂടെ കുറുകി വരുവാനുമായിട്ട് സ്വല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്നും കൂടെ ചുറ്റിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ തലക്കറി റെഡിയായിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നല്ല ഓറഞ്ച് നിറമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി വേറൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.